അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. അതെ, ഉമ്മ ഓരോ കഥകൾ പറയുകയാണ്. ഷമീർ അതെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുകയാണ്. എന്നാൽ ഈ സമയം ഉമ്മ പറയുന്നു, പൊന്നു മോനെ കണ്ടില്ലേ, ഉമ്മാക്ക് വിവാഹം കഴിക്കാൻ ഇഷ്ടമില്ല. ഉം, ഉമ്മ ഉമ്മാക്ക് തോന്നാണ് വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ എൻ്റെ പൊന്നുമോ എന്നെ നോക്കൂലേന്ന്. എന്നിട്ട് പോലും ആ മകൻ വിവാഹം കഴിച്ചു. രഹസ്യമായിട്ട് വിവാഹം കഴിച്ചു. അതെ, ദീനിൻ്റെ വഴിയാണത്. ദീൻ പൂർത്തിയാക്കണമെങ്കിൽ വിവാഹം കഴിക്കണം എന്നാണല്ലോ എൻ്റെ പൊന്നുമോനെ. അപ്പോൾ എൻ്റെ മോനോട് അത് പറഞ്ഞിട്ട് മോൻ എന്തത് കേൾക്കാത്തത്? ഉമ്മ, ഞാൻ കഴിക്കില്ല എന്നല്ല, കഴിക്കും. ഇൻഷാ അല്ലാ കുറച്ചുകൂടെ കഴിയട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് എൻ്റെ ഉമ്മയുടെ കൂടെയുള്ള ഒരു ജീവിതം. പൊന്നുമോനെ, അതിപ്പോൾ എൻ്റെ കൂടെ തന്നെയാണല്ലോ നീ ജീവിക്കുക. അതല്ലേ ഉമ്മ. എന്നാലും അങ്ങനെയല്ലല്ലോ. അത് ഒരു പെണ്ണിനെ നോക്കാനുണ്ടാവുമ്പോൾ തീർച്ചയായും അത് ഉമ്മയോടുള്ള ഒരു കരുതൽ കുറയോ എന്നൊരു തോന്നൽ. ഒന്നുമില്ല മോനെ. ഉമ്മമാർക്കൊരു ആഗ്രഹം ഉണ്ടാവും, മക്കളുണ്ടാവും, മക്കളെ വിവാഹം ഒന്ന് കഴിഞ്ഞ് കാണണം. അതെ, മക്കളെ ഒന്ന് ശരിക്കും പൊന്നു മക്കളുടെ ആ ഒരു സന്തോഷ നിമിഷങ്ങൾ കണ്ട് ആസ്വദിക്കാൻ ഏതൊരു മാതാപിതാക്കൾക്കും ആഗ്രഹം ഉണ്ടാവും. എനിക്കതുപോലെ തന്നെ. പക്ഷേ മോനെ, ഞാൻ പറഞ്ഞ ആ ഒരു കഥയുണ്ടല്ലോ ഉമ്മ, എന്നിട്ട് എന്താ നിങ്ങളത് പറയാത്തത്? മോനെ, ഞാൻ പറയാം മോനെ. ആ സ്റ്റോറി എന്ന് വെച്ചാൽ അത് അവരുടെ ഉമ്മയ്ക്ക് പേടിയായിരുന്നു. എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും പറ്റുമോ, അല്ലെങ്കിൽ എൻ്റെ കുട്ടി എന്നിൽ നിന്ന് അകന്നു പോകുമോ എന്നുള്ള രീതിയിലായിരുന്നു അവർക്കുള്ള ഭയം. അല്ല ഉമ്മ, എന്നിട്ട് എന്തായ കഥ പറയ്. മോനെ, എന്തായെന്ന് വെച്ചാൽ അവരുടെ ഉമ്മയും അവരും കൂടെ എന്തോ ഒരു സിയാറത്തോട്ട് എന്തോ പോവാണ് 2 ദിവസത്തേക്ക് വേണ്ടിയിട്ട്. പക്ഷേ തൻ്റെ പ്രിയപ്പെട്ട പെണ്ണ് തന്നെ കാത്തു നിൽക്കുന്നുണ്ട് അല്ലേ. ഉസ്താദിനെ പകൽ മാത്രമാണ് ഉസ്താദിനെ കിട്ടുള്ളൂ, ഉസ്താദിൻ്റെ കൂടെ ജീവിക്കാൻ കഴിയുള്ളൂ. അതെ, രാത്രി ഒരിക്കൽ പോലും തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ കൂടെ ജീവിക്കാൻ കഴിയുന്നില്ല. എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ കൂടെ ഒരു രാത്രിയെങ്കിലും അവരുടെ കൂടെ കഴിയാൻ ഒരു ആഗ്രഹം. അതെ, അങ്ങനെ എന്തായാലും ഉണ്ടാവും. ഇവൾക്കും അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഉമ്മയുടെ ഒരിഷ്ടത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഉമ്മയെ വെറുപ്പിക്കണ്ടെന്ന് കരുതിയിട്ടാണ് അവരങ്ങനെ ജീവിക്കണത്. എന്നാൽ അങ്ങനെ ആ യാത്രയ്ക്ക് വേണ്ടി പോകുന്ന സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട പെണ്ണിനോടൊന്നും പറയാൻ കഴിയുന്നില്ല. എന്നാൽ തൻ്റെ അമ്മാവനോട് കാര്യങ്ങൾ പറഞ്ഞു. അമ്മാവാ, പറയണം 2 ദിവസം ഞങ്ങളിവിടെ ഉണ്ടാവില്ല എന്നുള്ളത്. അവളുടെ ഉപ്പയോടൊന്ന് പറഞ്ഞേക്കണേ. ആയിക്കോട്ടെ മോനെ, ഒന്നും പേടിക്കണം. നിങ്ങളങ്ങോട്ട് സിയാറത്തിനോ? ആയിക്കോട്ടെ, പഠിച്ചോ ഹയറാക്കട്ടെ. അങ്ങനെ ആ ദിവസം എന്നും കാത്തിരിക്കുന്ന ആ ടൈമായപ്പോൾ ആ പെൺകുട്ടി അവിടെ, അതെ, നൂറ കാത്തിരിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിനെയും കാത്ത്. പക്ഷേ ഉസ്താദ് വരുന്നില്ല. അവൾ വളരെയധികം വിഷമിക്കുകയാണ്. എന്നാൽ കുറച്ച് സമയം ലേറ്റായി പോയിരുന്നു അവൾ ആ വിവരം അറിഞ്ഞപ്പോഴേക്കും. അവളാകെ ടെൻഷനായി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണുമ്പോൾ ഉമ്മ ചോദിച്ചു, അല്ല മോളെ, ഇന്നിപ്പോ ഇന്ന് പുയ്യാപ്പിളിനെ കണ്ടില്ലേ, എത്തിയില്ലല്ലോ, എന്തേ തിരക്കുണ്ടാവൂലേ? ഉമ്മ, അറിയില്ല. എന്നാൽ പെട്ടെന്നാണ് ഉപ്പ അങ്ങോട്ട് വന്നത്. മോളെ, ഇന്ന് മുനവർ മോന് വരില്ല കേട്ടോ. അത് കേട്ട് ശരിക്കും നൂറയുടെ കണ്ണുകൾ നിറഞ്ഞു, ഹൃദയം വല്ലാതെ വേദനിച്ചു. പഠിച്ച റബ്ബേ, അല്ല, ഞാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നല്ലോ. അത് മോൾ അവരെങ്ങോട്ടോ സിയാറത്തിനങ്ങോ പോവാണെന്നോ എന്തൊക്കെ പറഞ്ഞത്. ആയിക്കോട്ടെ. എന്നാൽ ആ ദിവസം മുഴുവൻ അവൾക്ക് സങ്കടമായിരുന്നു. തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവില്ലാത്ത ദിവസം. അതെ, അതവൾക്ക് ആലോചിക്കാൻ കഴിയുന്നതിലും അപ്പുറമായിരുന്നു. ആ ദിവസം അങ്ങനെ കഴിഞ്ഞു നീങ്ങി. എന്നാൽ രണ്ടാമത്തെ ദിവസവും അവൾ കാത്തിരുന്നു. ആ സമയമായപ്പോഴേക്കും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കാത്തിരുന്നു. പക്ഷെ അന്നും വന്നില്ല. അവളുടെ ഹൃദയം വല്ലാതെ വേദനിച്ചു. പടച്ച റബ്ബേ, അല്ലാ, ആരോട് ചോദിക്കും എന്നൊന്നും അറിയുന്നില്ല. എത്തിയിട്ടില്ലേക്കും. അവൾ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയിട്ട് ഒരുപാട് ദുആ ചെയ്തു. അതെ, ആ ഉമ്മാക്കും വേണ്ടിയിട്ട്. അതെ, ഒരുപാട് സന്തോഷമുള്ള ജീവിതമായിരുന്നു അവളുടേത്. പക്ഷേ 2 ദിവസമായിട്ട്. എന്നാൽ അന്ന് ലേറ്റായിട്ട് വൈകുന്നേരമായിട്ടുണ്ട് അവർ തിരിച്ചെത്തുമ്പോൾ. ഉസ്താദിന് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, തൻ്റെ പ്രിയപ്പെട്ട ബീവിയെ കാണാൻ പറ്റിയിട്ടില്ലല്ലോ എന്ന് കരുതി. എന്നാൽ അന്ന് വൈകുന്നേരം എത്തിയപ്പോൾ ഉസ്താദ് ഫ്രഷായി. അതെ, പള്ളിയിൽ പോയി നിസ്കരിച്ചു തിരിച്ചു വന്നു. മോനെ,
ഭക്ഷണം കഴിക്കും മോനെ. ഉമ്മ അപ്പോഴേക്കും ഭക്ഷണമെല്ലാം ഉണ്ടാക്കി വെച്ചു. മോനെ കഴിക്ക്. അങ്ങനെ ഉമ്മക്ക് ക്ഷീണല്ലേ മോനെ? ക്ഷീണുണ്ടായാലും എൻ്റെ കുട്ടിക്ക് ഭക്ഷണം വിളമ്പിത്തരാൻ ഞാൻ പറ്റിയില്ലല്ലോ എനിക്ക്. അതെ, അത്രക്കും സ്നേഹത്തോടെയായിരുന്നു ആ ഉമ്മ അവനെ നോക്കിയിരുന്നത്. അന്നും ഉമ്മ ഭക്ഷണമെല്ലാം വിളമ്പിക്കൊടുത്തു. അതെ, മകൻ കിടക്കുവാൻ സമയമായി തുടങ്ങി. മകനോടൊപ്പം അല്പസമയം അന്നും സംസാരിച്ചിരുന്നു. എന്നാൽ മകൻ കിടന്നു എന്നുറപ്പായി. എന്നാൽ ഉറങ്ങിയെന്ന് ഉറപ്പായാൽ മാത്രമേ ആ ഉമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാറുള്ളൂ. അങ്ങനെയതാ ആ പൊന്നുമോൻ അന്നാണെങ്കിൽ വല്ലാത്ത കൊതിയുണ്ട്. തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക് ചെല്ലണം. 2 ദിവസമായി ആ പൂമുഖമൊന്ന് കണ്ടിട്ട്. അത് കഴിയുന്നില്ല റബ്ബേ, എന്ത് ചെയ്യും? തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ. എന്നാൽ അന്നവന് അങ്ങനെ ചെയ്തു. ഉറക്കം വരുന്നില്ല. തൻ്റെ പ്രിയപ്പെട്ട നൂർജഹാനെ കാണാതെ എനിക്ക് ഉറക്കം വരുന്നില്ല എന്ന് ബോധ്യമായ ഉസ്താദ് ഉമ്മയുടെ മുമ്പിൽ ചെറുതായി ഒന്ന് അഭിനയിച്ചു. അതെ, ശരിക്കും നല്ല രീതിയിൽ ഉറങ്ങുന്ന പോലെ അഭിനയിച്ചു. എന്നാൽ പതുക്കെ ഉറക്കം വന്നു. എങ്കിലും അറിയാതെ ഉസ്താദ് ഉറങ്ങിപ്പോയി. തൻ്റെ പൊന്നുമോൻ ഉറങ്ങി. അതാ പുതപ്പിട്ട് മൂടിക്കൊടുത്തു. ആ ഉമ്മ നേരെ അതാ തൻ്റെ ബെഡ്റൂമിലേക്ക് പോയി. ഉമ്മ പോയി കഴിഞ്ഞു എന്നുറപ്പായി. ഉമ്മ ലൈറ്റെല്ലാം അതാ ഓഫ് ചെയ്തു. എന്നാൽ ഈ സമയം അതാ മോൻ ഒരു നിമിഷം ആലോചിച്ചു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, തൻ്റെ നൂർജഹാനെ. അല്ലാ റബ്ബേ, ഞാൻ എന്താ ചെയ്യുക റഹ്മാനെ? പഠിച്ചോനെ, എനിക്ക് എൻ്റെ ഭാര്യയെ കാണുവാൻ വല്ലാത്ത കൊതി തോന്നുന്നല്ല. 2 ദിവസമായിട്ട് അവളെ കാണായിട്ട് ഇന്നെനിക്ക് വല്ലാതെ കൊതി തോന്നണല്ല. എനിക്ക് എന്ത് ചെയ്യണം പഠിച്ചോനെ ഞാൻ? അത് ഉസ്താദ് ഓരോന്ന് ആലോചിച്ചുകൊണ്ട് ഓരോ ദിക്റുകളും സ്വലാത്തുകളും ചൊല്ലിക്കൊണ്ട് കിടന്നു. എന്നാൽ ഉറക്കം വരുന്നേയില്ല. ഉമ്മ നല്ല ഉറക്കത്തിലാണ്. അതെ, എന്ത് ചെയ്യും? ഉസ്താദ് പതുക്കെ എഴുന്നേറ്റു. പതുക്കെ എഴുന്നേറ്റ ഉസ്താദ് താൻ കിടന്നിരുന്ന ആ ഒരു തലയിണ അതാ അവിടെ നീളത്തിൽ വെക്കുന്നു. അതെ, ഒരാൾ കിടക്കുന്ന പോലെ ആ 2 തലയിണകളും വെച്ചു. അതിനു മുകളിലായിട്ട് അദ്ദേഹം പുതപ്പിട്ടു. ഒറ്റ നോട്ടത്തിൽ കണ്ടാൽ താൻ ഉറങ്ങുകയാണെന്നേ എൻ്റെ ഉമ്മ തോന്നൂ എന്ന് കരുതിയിട്ട് അതെ, അല്ലാ തവക്കൽത്തു അലല്ലാ റബ്ബേ, അല്ലാതെ വേറെ നിവൃത്തിയില്ലല്ല. എൻ്റെ ഉമ്മാനെ വെറുപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. എല്ലാം പടച്ചിറപ്പിൽ തവക്കലാക്കിക്കൊണ്ട് ആ രാത്രിയിൽ അദ്ദേഹം അതാ ആ വാതിൽ തുറന്ന് പുറത്തേക്ക് അടച്ച് അവിടെ നിന്നും പോകുന്നു തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിലേക്ക്. ആ രാത്രി, അതെ, ആ രാത്രിയിൽ പെട്ടെന്ന് മരുമകൻ വരുന്ന ഒരു കാഴ്ച ആ പിതാവ് കണ്ടപ്പോൾ, മോനെ, നിങ്ങളിപ്പോൾ അതെ, ഞങ്ങൾ കുറച്ച് സമയമായിട്ടുള്ള എത്തിയിട്ട് ആയിക്കോട്ടെ, കയറിയിരിക്കി. അപ്പോഴേക്കും ഉമ്മയും വന്നു. എന്നാൽ അത് നൂർജഹാനെ ഒരിക്കൽ പോലും പ്രതീക്ഷിക്കാതെയാണ് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് റൂമിലേക്ക് കടന്നു വന്നത്. അവൾ ഒരു നിമിഷം ഞെട്ടിപ്പോയി. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പോൾ ഉമ്മ? അതൊക്കെയുണ്ട്. അതെ, എൻ്റെ ഉമ്മ ഉണരുന്നതിന് മുമ്പായിട്ട് എനിക്കവിടെ എത്തണം എൻ്റെ പെണ്ണെ. നിന്നെ എനിക്ക് കാണാതിരിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ അതാ തൻ്റെ പ്രിയപ്പെട്ട ഭാര്യയുടെ അരികിൽ എത്തിയ സന്തോഷത്തിലാണ് ഉസ്താദ്. പെണ്ണെ, എനിക്കിതിനെ കാണാതിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എൻ്റെ ഉമ്മ അറിയുകയും ചെയ്യരുത്. ഇല്ല എൻ്റെ പ്രിയപ്പെട്ടവരെ, അതൊന്നുമില്ല. നിങ്ങൾ പടച്ച റബ്ബിനോട് പറയും. നിങ്ങൾ അള്ളാഹുവിനേക്ക് അടുത്ത് ജീവിക്കുന്നവരല്ലേ? അതെ, എങ്കിലും എന്നാൽ അതാ അവൾ ആഗ്രഹിച്ചതുപോലെ ഒരു രാത്രിയിലാണ് അന്ന് അവളുടെ ഭർത്താവ് അവളുടെ അരികിലേക്ക് എത്തിയത്. അവൾ പടച്ച റബ്ബിനെ ഒരുപാട് സ്തുതിച്ചു. അല്ലാ, അൽഹംദുലില്ലാ, തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൂടെ ആ രാത്രി, അത് ശരിക്കും അതവരുടെ ആദ്യ രാത്രിയായിരുന്നു. ആദ്യമായിട്ടായിരുന്നു അങ്ങനൊരു രാത്രി അവർക്ക് വേണ്ടി ലഭിക്കുന്നത്. അവർ ഒരുപാട് പടച്ച റബ്ബിനെ ശുക്ർ ചെയ്തു എന്ന് മാത്രമല്ല, അവർ 2 പേരും അപ്പോൾ തന്നെ സുന്നത്ത് നിസ്കരിച്ച് ദുആ ചെയ്തു. അതെ, അവർ അവരുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ശരിക്കും ആ രാത്രി വളരെയധികം മനോഹരമായിട്ടുള്ളതായിട്ട് അവൾക്ക് തോന്നി. എന്നാൽ ഈ സമയം അതാ നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ ഉമ്മ. അതെ, അവർ ചിലപ്പോൾ രാത്രി ഒന്ന് എഴുന്നേൽക്കാറുണ്ട്. എന്നാൽ അന്ന് ഉസ്താദിൻ്റെ ഉമ്മ ഏതാ ഉണരുന്നു. അതെ, ഉണർന്ന് അല്പസമയം ഇരുന്നു. അല്ലാ, അൽഹംദുലില്ലാ, തഹജ്ജുദിന് സമയമായിട്ടുമില്ലല്ലോ റബ്ബേ.
ഒന്നുറങ്ങി എണീറ്റ നിസ്കരിക്കുക, എന്നാലും കുറച്ചും കൂടി. ഇനി മോൻ ഉണർന്നിട്ടുണ്ടോ ആവോ, ചിലപ്പോൾ എൻ്റെ മോന് ചിലപ്പോൾ എന്നെക്കാളും നേരത്തെ ഉണർന്ന് നിസ്കരിക്കൽ തുടങ്ങും. ഇത് സമയമായിട്ടൊന്നുമില്ല, അതിന് മാത്രം 1 മണിയേ ആയിട്ടുള്ളൂ. ഒരു 4 മണി വരെ 3:30 3:45 വരെ എൻ്റെ കുട്ടി അവിടെ കിടന്നോട്ടെ. ഞാൻ ഏതായാലും ഒന്ന് എണീറ്റ്. ഉമ്മ അതാ പതുക്കെ എഴുന്നേൽക്കുന്നു. തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ റൂമിലേക്കാണ് ഉമ്മ ആദ്യം പോകുന്നത്. തൻ്റെ മകൻ ഉണർന്നിട്ടുണ്ടോ, നിസ്കരിക്കൽ തുടങ്ങിയോ എന്നറിയുവാൻ വേണ്ടി ഉമ്മ തൻ്റെ മകൻ്റെ റൂമിൻ്റെ പാതിചാരിയ ആ വാതിൽ പതുക്കെ തുറന്നു. ഒരു നിമിഷം ഉമ്മ ആ ബെഡിലേക്ക് നോക്കി, തൻ്റെ പൊന്നുമോൻ ഉണർന്നിട്ടുണ്ടോ എന്നറിയുവാൻ വേണ്ടിയിട്ട്. എന്നാൽ മകൻ ഉമ്മ നോക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ ഞാനിവിടെ കിടക്കുന്ന പോലെ ഉണ്ടാകണം എന്ന് തോന്നണം എന്ന് വിചാരിച്ചിട്ട് മകൻ 2 തലയണയും പുതപ്പുമെല്ലാം വെച്ച് ഒരാൾ കിടക്കുന്ന രീതിയിലാക്കി വെച്ചിരുന്നു. ആ ഉമ്മ പതുക്കെ വാതിൽ തുറന്ന് അതാ റൂമിനകത്തേക്ക് നോക്കി. എന്തായിരിക്കും സംഭവിക്കുക? ഉമ്മക്ക് മകൻ പോയ വിവരം ഉമ്മ അറിയുമോ, അതോ ഉമ്മ മകനെ വിളിക്കുമോ? ഉമ്മ വന്ന് ആ തലയണയും പുതപ്പും മാറ്റുമോ? എന്തായിരിക്കും അങ്ങനെ ആയാൽ സംഭവിക്കുന്നത്? അതുവരെയും തൻ്റെ വാക്കുകൾ മാത്രം കേട്ട് ജീവിച്ച് തൻ്റെ പൊന്നുമോൻ ആ ഒരു നിമിഷം കൊണ്ട് എന്തെങ്കിലും ആയിത്തീരുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇന്ന് സ്റ്റോറി കുറച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം ഇന്നലത്തെ സ്റ്റോറിയൊക്കെ പലരും കേൾക്കാത്തവർ ഒരുപാടുണ്ട്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കഴിഞ്ഞു കേട്ടോ, ഇന്നും നാളെയും കൂടി ആയി കഴിഞ്ഞു ഈ ഒരു സ്റ്റോറി. നമ്മുടെ ഹിദായത്ത് സ്റ്റോറിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം കേട്ടോ. കാരണം നമ്മളെ ഹിദായത്ത് സ്റ്റോറി ആരും അങ്ങനെ വല്ലാതെ ഇപ്പോൾ കേൾക്കുന്നില്ല. 2 ദിവസമായിട്ട് ഈ സ്റ്റോറി ഇതിൽ ഉൾപ്പെടുത്തിയത് കൊണ്ട്. ഞാനിതെന്ന് വെച്ചാൽ ഒന്നിനുമല്ല, നമ്മുടെ ഉമ്മമാരെ ഇപ്പോൾ പല സ്ഥലങ്ങളിലും മക്കളും ഉമ്മമാരൊക്കെ ഭയങ്കര പ്രശ്നവും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ ഭാര്യയുടെ വാക്ക് മാത്രം കേട്ട് നിൽക്കുന്ന ഭർത്താവ്, പൊന്നു മോനെ, അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ആ ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കുമല്ലോ അല്ലേ. കാരണം റബ്ബേ, എൻ്റെ കുട്ടിയാണല്ലത്, എൻ്റെ ഒരു ഭാഗത്തേക്കൊന്നും ശ്രദ്ധിക്കുകയും ചെയ്യാതെ അവൾക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന ഭർത്താവ്, എൻ്റെ പൊന്നു മോന് എന്നൊക്കെ ഇങ്ങനെ ആ ഉമ്മക്ക് തോന്നിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉമ്മയുടെ മനസ്സ് വല്ലാതെ വേദനിക്കല്ലോ. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു അവസ്ഥ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഉസ്താദ് ഇങ്ങനെയൊക്കെ കാട്ടുന്നത് കേട്ടോ. അങ്ങനെ കൂടെ മനസ്സിലാക്കണം. അല്ലാതെ ഒരിക്കൽ പോലും അത് വേറെ രീതിയൊന്നുമില്ല. നമുക്ക് തോന്നും എന്താ ഇപ്പം ഇങ്ങനെയൊക്കെ. പക്ഷെ അങ്ങനെയല്ല, ചില ഉമ്മമാരുടെ മനസ്സ് അങ്ങനെ ആയിരിക്കുമല്ലോ. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരുത്തർക്കും അങ്ങനെ ഒരു ഇതാണ്, ഓരോരുത്തർക്കും ഓരോ മൈൻഡ് ആയിരിക്കുമല്ലോ. അതുകൊണ്ടായിരിക്കും ഈ ഉമ്മയും അങ്ങനെ കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിതിൻ്റെ ബാക്കി ഭാഗം കാണണം ഇൻഷാ അല്ലാഹ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. പിന്നെ സ്റ്റോറികളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് കുറ്റങ്ങളുണ്ടെങ്കിൽ പൊറുക്കണം കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഞാനിപ്പോൾ 4 സ്റ്റോറി ഉപ്പയുടെ ചാനലത്തും കൂട്ടിയിട്ട് 4 സ്റ്റോറി ഞാൻ പറയുന്നുണ്ട്. നിങ്ങൾ ഏതൊക്കെ കാണുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. എനിക്ക് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കാരണം നമ്മുടെ മലപ്പുറം മുത്ത് നുസൈബ സ്റ്റോറി, നൂർ ഫാത്തിമ എന്ന് പറഞ്ഞ ആ സ്റ്റോറി, പിന്നെ ഹിദായത്ത് ഇത്, പിന്നെ ഉപ്പയുടെ എൻ്റെ ഉസ്താദ് എന്ന് പറഞ്ഞ ആ ഒരു ചാനൽ, ആ ഒരു സ്റ്റോറി, അങ്ങനെ 4 ഞാൻ വിടുന്നുണ്ട്. പിന്നെയെന്ന് വെച്ചാൽ വേറൊരു സ്റ്റോറി ഉണ്ടായിരുന്നു, നമ്മുടെ 2ാം കെട്ട് എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി. അതായത് അത് ഒരു പെണ്ണിൻ്റെ ഒരു ഭർത്താവിനെ വിട്ടുപോയ പെണ്ണിൻ്റെ കഥയാണല്ലോ, മക്കളെയൊക്കെ വിട്ടിട്ട്. അപ്പോൾ അവരുടെ കല്യാണമാണ്. അതിൻ്റെ ഞാൻ വിട്ടിട്ടില്ല, എനിക്ക് പിന്നെ സമയം കിട്ടിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോറി ഏതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ, ഏത് സ്റ്റോറിയൊക്കെ കേൾക്കാറുണ്ട് എന്നൊക്കെ. അപ്പോൾ നമ്മളെ സ്റ്റോറി ആരൊക്കെ കേൾക്കുന്നുണ്ട് എന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു ആഗ്രഹം കൊണ്ടാണ് കേട്ടോ. ഇൻഷാ അല്ലാഹ് നമ്മളെ സ്റ്റോറി കേൾക്കുന്ന എല്ലാവർക്കും പടച്ച റബ്ബ് ഹൈറും ബർക്കത്തും പ്രദാനം ചെയ്യട്ടെ. അതുപോലെ തന്നെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ പടച്ച റബ്ബ് തീർത്തു തരട്ടെ. അതുപോലെ തന്നെ നമ്മളെയൊക്കെ നമ്മുടെ മാതാപിതാക്കളുടെ പൊരുത്തത്തിലായിട്ട് മരിക്കാനുള്ള ഭാഗ്യം നമുക്ക് നൽകട്ടെ. മാതാപിതാക്കൾ ഒരിക്കലും വെറുപ്പിക്കാത്ത രീതിയിൽ അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ഭാഗ്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.